ഹലോ, 7 hours ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആട്ടോ പറയാൻ പോണത്. ബിസിനസ് ക്ലാസ് ആയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കുമായിട്ട് ക്യാബിൻ ക്രൂ വന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് അതിൻ്റെ കൂടെ മെനു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവരുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ സൈസിനനുസരിച്ച് അത് ടൈറ്റ് ചെയ്തു ഞാൻ. അത് കഴിഞ്ഞ് അവർ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എക്സിറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഫുൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുമായിരുന്നു. ചാർജ് കുത്താനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ബ്ലാങ്കറ്റ്, എനിക്ക് അവിടുത്തെ ബ്ലാങ്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്ലിപ്പേഴ്സ് ആൻഡ് ഐ മാസ്കിൻ്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. സ്ലിപ്പേഴ്സിൻ്റെ അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഐ മാസ്കും ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനങ്ങനെ വെക്കാറില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ സ്ലിപ്പേഴ്സ് ചേഞ്ച് ചെയ്തു, കാരണം നമ്മൾ ഷൂ ഇട്ട് കണ്ടിന്യൂസ് ഇരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഐപാഡും ഉണ്ടായിരുന്നു. പിന്നെ വാട്ടറും കുറച്ച് സ്നാക്സും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അതിനുള്ള 3 ബട്ടണും ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് സ്വീറ്റ് ഹാർട്ട് എന്നുള്ളൊരു തമിഴ് മൂവിയില്ലേ, അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ബ്രദേഴ്സ് എന്നാണ് തോന്നുന്നു, ബ്രദേഴ്സ് എന്നുള്ള മൂവി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് സീറ്റ് ബാക്കിൽ വെച്ച് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. അപ്പോഴത്തേക്കും അവർ ലഞ്ചും കൊണ്ടുവന്ന് വിളിച്ചു. ലഞ്ച് ഞാൻ സീ ഫുഡാണ് ഓപ്റ്റ് ചെയ്തിരുന്നത്, കാരണം എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും ഇക്ക പറഞ്ഞു ഒലിവ് ഓയിലും മറ്റതും കൂടെ മിക്സ് ചെയ്ത് വെച്ചോ, സാലഡ് നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് പറഞ്ഞു. പുള്ളി സൂപ്പാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ വിനീഗറും മറ്റേ ഒലിവ് ഓയിലും ഒഴിക്കാൻ പറഞ്ഞു കേട്ടിട്ട് ഞാൻ സാലഡിൽ നല്ല അത്യാവശ്യം കൂടുതൽ ഒഴിച്ചു. പക്ഷേ ഒന്നൊന്നര പണി കിട്ടി. എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നില്ല. ക്യാരറ്റ് പോലും സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും അവർ മെയിൻ കോഴ്സായിട്ടുള്ളത് ഗ്രിൽഡ് ചിക്കനും റോസ്റ്റഡ് ചിക്കനും ഇതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൊട്ടറ്റോയും ബ്രൊക്കോളിയൊക്കെ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഡെസേർട്ടിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ നിൽക്കാതെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് മാറ്റി പിടിച്ചു. ഒരു കോഫി വിത്ത് ആൽമണ്ട് ഇതിലുള്ളൊരു ഫ്ലേവറിലുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഇത്. അത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ബ്രദേഴ്സ് എന്നുള്ള മൂവിയുടെ ബാക്കിയുള്ളത് ഫുള്ള് ഞാൻ കണ്ടു തീർത്തു. പിന്നെ AR റഹ്മാൻ്റെ കുറച്ച് മ്യൂസിക്കും കേട്ടു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ലാൻഡായി.